കൊളറയുടെ നമുക്ക് ക്വസ്റ്റ്യൻ സാധാരണ കൊളറ ചോദിക്കുന്നത് റൈസ് വാട്ടർ ഡയറി വെച്ചിട്ടായിരിക്കും. റൈസ് വാട്ടർ ഡയറിയുടെ എടുത്തൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് റൈസ് വാട്ടർ ഡയറി ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊളറാന്ന് എടുത്ത് ചോദിക്കും, ഇതിന് പകരം റൈസ് വാട്ടർ ഡയറി എന്നായിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷനാണ് പഠിക്കാൻ എളുപ്പം. അതിന് പാവം സി എന്ന് ഓർക്കുക, പാവം കൊളറ, PAVM പാവം കൊളറ. ഇത് PAV ഫോർ ഹാലോഫിലിക് ആൻഡ് MC എന്ന് പറയുമ്പോൾ നോൺ ഹാലോഫിലിക് ആണ്. ഹാലോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ? ദേ കനോട്ട് ഗ്രോ ഇൻ ദി ആബ്സെൻസ് ഓഫ് സോൾട്ട്. അവർ വളരെ ടോളറൻ്റ് ആണ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ടിനോട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് വിബ്രിയോ പാരാഹിമോലൈറ്റിക്കസ്, അതാണ് P. എന് വിബ്രിയോ ആൽജിനോലൈറ്റിക്കസ് ആണ് A, ആൻഡ് V ഫോർ വിബ്രിയോ വള്ളിഫിക്കസ്. ഓക്കെ, ഇനി നോൺ ഹാലോഫിലിക് ആണ് MC. M എന്ന് പറയുമ്പോൾ വിബ്രിയോ മിമിക്കസ് ആൻഡ് C ഫോർ വിബ്രിയോ കോളറെ. ദേ cannot grow at a higher salt concentration and they can grow without salt. Okay. അടുത്തതാണ് ഗാർണർ ആൻഡ് വെങ്കട്ടരാമൻ ക്ലാസിഫിക്കേഷൻ. ഈ ബോക്സിൽ കാണുന്നതാണ് ഗാർണർ ആൻഡ് വെങ്കട്ടരാമൻ ക്ലാസിഫിക്കേഷൻ. ഈ മെയിൻലി ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബേസ്ഡ് ഓൺ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്സ്, സീറോ ഗ്രൂപ്പ്സ്, സീറോ വേർഡ്സ് വെച്ചിട്ട് ബയോ ടൈപ്സ് ആൻഡ് സീറോ ടൈപ്സ്. ഇനി ആദ്യം വിബ്രിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിബ്രിയോ കൊളറിനെ കുറിച്ചും വിബ്രിയോയുടെ അതർ സ്പീഷീസിനെ കുറിച്ചായിരിക്കും. വിബ്രിയോ കൊളറയാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, അതാണ് സബ് ഗ്രൂപ്പിൽ. ഫസ്റ്റ് ഗ്രൂപ്പിൽ വിബ്രിയോ കൊളറെ. ഇനി സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ വിബ്രിയോ കൊളറയുടെ സബ് ഗ്രൂപ്പ്സ് നമ്മൾ അതിനെക്കുറിച്ചേ പഠിക്കുന്നുള്ളൂ. സബ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സീറോ ഗ്രൂപ്പ്സ് പറയും, സീറോ ടൈപ്പ് അല്ല, സീറോ ഗ്രൂപ്പ്സ്. സീറോ ഗ്രൂപ്പ്സ് പറയുമ്പോൾ വിബ്രിയോ കൊളറ തന്നെ O1 ഉണ്ട്. O1 എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രെയിൻ ആണ് കേട്ടോ. O1, O139, അതുപോലെ തന്നെ നോൺ O1 or 139. നോൺ O1 or O139 എന്ന് പറയുമ്പോൾ O2 തൊട്ട് O200 ഉള്ളിലുള്ള ഏത് നമ്പറും ആയിരിക്കും, ഏത് സ്ട്രെയിനും ആയിരിക്കാം, എക്സെപ്റ്റ് O2 ആൻഡ് O200. ഇനി ബയോടൈപ്സ്, ഇവിടുത്തെ പുതിയ ടേമാണ് ബയോടൈപ്സ്. പോകെ പറയും എന്താ ബയോടൈപ്സ് എന്നൊക്കെ. ബയോടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും O1 ആണ് ശരിക്കും രണ്ട് ബയോടൈപ്സ് ഉള്ളത്. ഒന്നെന്ന് പറയുമ്പോൾ ക്ലാസിക്കലും, മറ്റേത് EI ടോറുള്ളത്. EI ടോർ ആൻഡ് ക്ലാസിക്കൽ രണ്ട് ടൈപ്പാണ്, രണ്ട് ബയോടൈപ്സാണ് ഉള്ളത്. ഇനി ഈ ക്ലാസിക്കൽ ബയോടൈപ്പും EI ടോറും ഇവർ രണ്ടുപേരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടെന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ വേറെ, EI ടോറ് വേറെ. പക്ഷേ ഈ ഒരു ജനറേഷനിൽ ഇവർ രണ്ടുപേരും ഏകദേശം ഒരേതായി. ഇവർ രണ്ടുപേരും ഇപ്പോൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഇപ്പോൾ രണ്ട് സീറോ ടൈപ്പ്, ഒരു 3 സീറോ ടൈപ്സ് പഠിക്കുന്നുണ്ട്. രണ്ടുപേർക്ക് ഇപ്പോൾ പോകണം. പണ്ടെന്ന് പറയുമ്പോൾ EI ടോറിനാണ് ഈ 3 സീറോ ടൈപ്പ് ഉള്ളത്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നായിട്ടാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. എൻ്റെ സീറോ ടൈപ്സ് ആണ് ഒഗാവ, ഇനാബ, ഹിക്കോജിബ. ഈ ഒരു ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പോകെ ഈ ടേബിളിലുള്ള കാര്യങ്ങൾ ഈ ഒരു ഓർഡറിലാണ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ആദ്യം പറഞ്ഞ സീറോ ഗ്രൂപ്പിംഗ്. സെറോ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ സൊമാറ്റിക് ആൻറ്റിജൻ. നേരത്തെ പറഞ്ഞില്ലേ O2 to O200 ആൻറ്റിജൻ, O1 to O200 ആൻറ്റിജൻ ഉണ്ട്. അതിനകത്ത് O1, O139, അതുപോലെ O2 to O200. അതായത് നോൺ O139 സ്ട്രാൻഡ്. 3 ടൈപ്പ് സ്ട്രാൻഡ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഫസ്റ്റ് മൊത്തം 200 സെറോ ടൈപ്സിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ. ഇനി O1 സീറോ ടൈപ്പ് എന്ന് പറയുന്നത്, സീറോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ, O1 വാസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ പാൻഡമിക്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി എപ്പിഡമിക് ഓഫ് കോളറ. ദി സ്ട്രെയിൻ ബിലോങ്ങിങ് ടു O1 സീറോ ടൈപ്പ് ആർ അഗ്ലൂട്ടിനേറ്റഡ് ബൈ O1 സെറ ആൻറ്റിസെറ. എന്തിനാ ഈ O1, O139 ബാക്കിയുള്ളതിനെയൊക്കെ O2 to O200 ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? കാരണം O1നും O139നും ആൻറ്റിസെറ ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്, ബാക്കിയൊന്നിനും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടേക്കുന്നത്. ഇനി O1 സെറോ ടൈപ്പ് ആണ് പാൻഡമിക്കും എപ്പിഡമിക് ഓഫ് കോളറയ്ക്കും കാരണമാകുന്നത് സാധാരണയായിട്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി അഗ്ലൂട്ടിനേറ്റഡ് ബൈ O1 ആൻറ്റിസെറ. ഇനി NAG വിബ്രിയോ. ദി സീറോ ടൈപ്സ് അതർ ദാൻ O1 were not agglutinated by O1 ആൻറ്റിസെറ. They are called non-agglutinable or NAG വിബ്രിയോ. NAG വിബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താ, നോൺ അഗ്ലൂട്ടിനബിൾ വിബ്രിയോ എന്ന് പറയുമ്പോൾ എന്താ, O1 ആൻറ്റിസെറ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ, അഗ്ലൂട്ടിനേറ്റ് ചെയ്യാൻ പറ്റാത്ത എല്ലാ സ്ട്രെയിനിനെ വിളിക്കുന്ന പേരാണ് NAG വിബ്രിയോ അല്ലെങ്കിൽ നോൺ അഗ്ലൂട്ടിനബിൾ വിബ്രിയോ. They were thought to be non-pathogenic, hence are named as non-cholera vibrio. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു വിബ്രിയോ കൊളറ ആൻഡ് നോൺ കോളറ വിബ്രിയോസ്. രണ്ട് ഗ്രൂപ്പാണ് സീറോ ഗ്രൂപ്പിനകത്ത് വരുന്നത്. സീറോ ഗ്രൂപ്പിങ്ങിൽ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇവിടെ കാണാം ഗ്രൂപ്പ്സിനകത്ത് വിബ്രിയോ കൊളറ ആൻഡ് അതർ വിബ്രിയോ സ്പീഷീസ്. ഇതിനകത്ത് O1, O139, നോൺ O1, O139. ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് സീറോ ഗ്രൂപ്പിംഗ്. ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി
O139 സെറോടൈപ്പിംഗ്, നമ്മളിപ്പോൾ O1നെ കുറിച്ച് പറഞ്ഞു. ഇനി O139 സെറോടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ ഇത് വരുന്നത് എപ്പിഡമിക്കും ഔട്ട്ബ്രേക്സ് ഓഫ് കൊളറയായിട്ട്. ഔട്ട്ബ്രേക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമായിട്ട് പെട്ടെന്നൊരു കൊളറ സ്പ്രെഡ് ആവുന്നു. അതാണ് O139 ഉണ്ടാകുന്നത് സാധാരണയായിട്ട്. ഇനി നോൺ O1 O139 സെറോടൈപ്പ് പറഞ്ഞു. O22 O200 ഇടയ്ക്കുള്ള എല്ലാ സ്റ്റാൻഡും എക്സെപ്റ്റ് O1 ആൻഡ് O139. ഇവിടെ എന്ന് പറയുമ്പോൾ സ്പൊറേഡിക് ഔട്ട്ബ്രേക്ക് ഓഫ് ഡയറിയ ആൻഡ് ഇൻ എക്സ്ട്രാ ഇൻറ്റെസ്റ്റൈനൽ മാനിഫെസ്റ്റേഷൻ ബട്ട് ഹാവ് നെവർ കോസ്റ്റ് എപ്പിഡമിക് കൊളറ ഓർ സോ ഫാർ. ഇതൊരു വലിയ എപ്പിഡമിക് ഒന്നും ആവുന്നില്ല, പക്ഷേ എന്താ സ്പൊറേഡിക് ഔട്ട്ബ്രേക്ക്, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് സ്പോർ കാരണം ഒരു വലിയൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടാവും ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്. ആൻഡ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഡയറി ആയിട്ടും എക്സ്ട്രാ ഇൻറ്റെസ്റ്റൈനൽ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ്, അല്ലാതെ വലിയ എപ്പിഡമിക് കൊളറയൊന്നും ആവുന്നില്ല. എപ്പിഡമിക് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര പ്രശ്നമാവും, അത്രയൊന്നുമില്ല. അപ്പോൾ നമ്മൾ സെറോടൈപ്പിങ്ങിൽ കൺക്ലൂഡ് ചെയ്യാൻ കേട്ടോ. ക്ലാസിഫിക്കേഷൻ സെറോടൈപ്പിംഗ് മാത്രം. ക്ലാസിഫിക്കേഷൻ എന്ന് പറയാൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ആക്ച്വലി കൊളറ എന്ന് പറയുമ്പോൾ റൈസ് വാട്ടർ ഡയറിയാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാവം കൊളറ എന്ന് പഠിച്ചത്. പാവം എന്ന് പറയുമ്പോൾ P ഫോർ വിബ്രിയോ പാരാഹിമോലറ്റിക്കസ്, A ഫോർ വിബ്രിയോ ആൽജിനോലിറ്റിക്കസ് ആൻഡ് V ഫോർ വിബ്രിയോ വൾണിഫിക്കസ്. ഇവർ മൂന്നേരം ഹാലോഫിലിക് വിബ്രിയോസ് ആണ്. ഹാലോഫിലിക് എന്ന് പറയുമ്പോൾ ദേ ഗ്രോ ഇൻ സോൾട്ട്, ദേ ആർ മോർ ടോളറൻറ്റ് ആൻഡ് ക്യാൻ ഗ്രോ അറ്റ് ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ. MC എന്ന് പറയുമ്പോഴത്തേക്കും നോൺ ഹീമോഫിലിക് വിബ്രിയോസ് ആണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? വിബ്രിയോ കൊളറ MC, M ഫോർ വിബ്രിയോ മിമിക്കസ്. ഇവർക്കെന്ന് പറയുമ്പോൾ ദേ ക്യാൻ ഗ്രോ വിത്തൗട്ട് സോൾട്ട് ആൻഡ് 1% സോൾട്ടിന് അവർക്ക് ഒപ്റ്റിമം ഫോർ ദ ഗ്രോത്ത് ആണ്. കോൺസെൻട്രേഷൻ കൂടുമ്പം അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി ഗാർഡ്നർ ആൻഡ് വെങ്കട്രാമൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ബേസ്ഡ് ഓൺ ഗ്രൂപ്പ്, സീറോ ഗ്രൂപ്പ്സ്, ബയോടൈപ്സ്, സീറോടൈപ്സ് ആണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് സീറോ ഗ്രൂപ്പ്സ് ആണ്. സീറോ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ O1 O139 നോ O1 O139. ഇതാണ് സീറോ ഗ്രൂപ്പിംഗ്. അതിനകത്ത് O1 സെറോടൈപ്പ് എന്ന് പറയുമ്പോൾ എപ്പിഡമിക് പാൻഡമിക് ഉണ്ടാക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെ? അഗ്ലൂട്ടിനേഷൻ വെച്ചിട്ടാണ്, കാരണം O1 ആൻറ്റിസെറം ഉണ്ട്. NAG വിബ്രിയോസ് എന്ന് പറയുമ്പോൾ നോൺ അഗ്ലൂട്ടിനബിൾ കോളറ, വിബ്രിയോ കൊളറാസ് ഒക്കെ എല്ലാത്തിനും കൂടെ പെടുത്തുന്നതാണ് NAG വിബ്രിയോസ്. ഇവിടെ നോൺ കൊളറ വിബ്രിയോസ് ആണ് കൂടുതൽ. ഇവരൊക്കെ നോൺ പാത്തോജനിക് ആയതുകൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി O139 സെറോടൈപ്പ് എന്നാണ് വലിയ എപ്പിഡമിക്സ് ഒക്കെ കോസ് ചെയ്യാറുണ്ട്, എപ്പിഡമിക്സ് ഔട്ട്ബ്രേക്സ് ഒക്കെ കോസ് ചെയ്യാറുണ്ട്. പക്ഷേ നോൺ O1 ആൻഡ് O139 അതാണ് അവിടെ O139 ഒരു പ്രസക്തി വരുന്നത്. ഇവിടെ O1 നോൺ O1 ഓർ O139 സെറോടൈപ്സ് ഉണ്ട്. അവരെന്ന് പറയുമ്പം ഒരു സ്പൊറാഡിക് ഔട്ട്ബ്രേക്സ് ഉണ്ടാക്കും ഡയറിയയുടെ, ആൻഡ് എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാക്കും. പക്ഷേ ഒരിക്കലും എപ്പിഡമിക് ഒന്നും ഉണ്ടാക്കില്ല. ഇതാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ സമ്മറി. ഇനി ബാക്കി പോകാം. ഇനി പറയുന്നതാണ് ബയോടൈപ്പിംഗ്. ബയോടൈപ്പിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസിക്കലും EI ടോറും. ക്ലാസിക്കൽ ആൻഡ് EI ടോർ ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് ബേസ്ഡ് ഓൺ ദർ ബയോകെമിക്കൽ റിയാക്ഷൻ ആൻഡ് സസെപ്റ്റബിലിറ്റി ടു പോളിമിക്സിൻ B ആൻഡ് ബാക്ടീരിയോഫേജ്. അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്തത്? ബയോകെമിക്കൽ റിയാക്ഷൻസിനും പിന്നെ പോളിമിക്സിൻ B ആൻഡ് ബാക്ടീരിയോഫേജിൻ്റെ സസെപ്റ്റബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ക്ലാസിക്കൽ ബയോടൈപ്പിംഗ്. ക്ലാസിക്കൽ ബയോടൈപ്പ് എന്ന് പറയുമ്പോൾ ദേ ആർ പാൻഡമിക് ഓഫ് കോളറ വേൾഡ് വരെ ഉണ്ടാക്കിയത്. അതായത് ഫസ്റ്റ് 6 പാൻഡമിക്കും ക്ലാസിക്കലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് 6 ഓക്കെ, അവർ സെവറൽ ഡെത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ EI ടോർ ബയോ ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 7th പാൻഡമിക്കിനെയാണ് നമ്മൾ EI ടോർ ബയോപിക് എന്ന് വിളിക്കുന്നത്. വെറാസ് ഫസ്റ്റ് 6നെ ക്ലാസിക്കലായിട്ടാണ് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കറൻ്റ്ലി ഓൾമോസ്റ്റ് ഓൾ ഔട്ട്ബ്രേക്സ് ഓഫ് ദി എപ്പിഡമിക്സ് ഓഫ് ദി കോളറ ആർ ഡ്യൂ ടു ബയോടൈപ്പ് EI. കറൻ്റ്ലി വരുന്ന എല്ലാ എപ്പിഡമിക്കും EI ടോർ കാരണമുള്ളതാണ്. ഓൾദോ ഒക്കേഷണലി ക്ലാസിക്കൽ ഐസൊലേറ്റ്സ് ആർ സ്റ്റിൽ സീൻ. ഒക്കേഷണലി കാണുന്നുണ്ട് എന്നാലും. ദെൻ EI ടോർ വേരിയൻറ്റ്, ഇപ്പോൾ കുറേ വേരിയൻറ്റ് ഇറങ്ങുന്നുണ്ട് EI ടോറിന് തന്നെ. സോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദി ക്ലാസിക്കൽ ആൻഡ് EI ടോർ ഹാസ് ഫെയ്ഡഡ്. നേരത്തെ പറഞ്ഞല്ലോ ക്ലാസിഫിക്കേഷൻ ചെയ്തപ്പോഴത്തേക്കും ക്ലാസിക്കലിനും EI ടോറെന്നും പറഞ്ഞ് ബയോടൈപ്പിംഗ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തൊട്ട് പിന്നാലെ വന്ന് സീറോ ടൈപ്പിംഗ് എടുക്കുമ്പോഴത്തേക്കും ഈ രണ്ടുപേരും കൂടെ കണക്ട് ചെയ്തായിരുന്നു ആ ഡയഗ്രാമിൽ. ഇവിടെ കാണാവുന്നതാണ് ക്ലാസിക്കലും EI ടോറും. ഇപ്പം ഇവർ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം EI ടോർ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയ ഡിഫറൻസ് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. Then EI ടോർ isolates of current days shows properties of classical vibrios and are called EI ടോർ variants or EI ടോർ hybrids. Example of such variants are including MUTLAB variant and Mozambique variant and MUTLAB. Mozambique എന്ന് പറയുമ്പോൾ മുസംബി ഓസ്ട്രേലിയ, പിന്നെ MUTLAB വേരിയൻറ്റ്. നെക്സ്റ്റ് സീറോ ടൈപ്പിംഗ്. സീറോ ടൈപ്പിംഗ് നമ്മൾ 3 പഠിച്ചുള്ളൂ. ഈ O1 സ്റ്റാൻഡും O139ഉം അതേപോലെ തന്നെ നോൺ O1 O139 ആയിരുന്നു നമ്മുടെ സബ് സീറോ ടൈപ്പ്. അതിനകത്ത് ഈ O1ൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞ ക്ലാസിക്കലും EI ടോറും. അതുപോലെ ഈ ക്ലാസിക്കലും EI ടോറും ഇപ്പോൾ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേർക്കും കൂടെ കോമൺ ആയിട്ടാണ് ഇപ്പോൾ സീറോ ടൈപ്സ് ഉള്ളത്. ഇതൊക്കെയാണ് ഇനാബ, ഒഗാവ, ഹിക്കോജിമ.
Inaba, Ogawa, Hikojima, based on the minor antigenic difference of O1 O antigens. Ogawa is the most common serotype isolated from the clinical sample followed by the Inaba. Just sort of Ogawa is most common. However, during epidemic, shifting between the serotype can take place. More common being Ogawa to Inaba shift, which occurs due to mutation of RFB-T gene. RFB-T gene mutation കാരണം നേരത്തെ ഒഗാവയായിരുന്നു മോസ്റ്റ് കോമൺ എങ്കിൽ ഇപ്പം ഒഗാവയിൽ നിന്ന് ഇനാബ ആയിട്ടുണ്ട് മോസ്റ്റ് കോമൺ ആയിട്ട്. കാരണം എന്താ? RFB-T ജീൻ മ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ട്. ദെൻ ഹിക്കോജിമ റെപ്രസെൻറ്റ്സ് ആൻ അൺസ്റ്റേബിൾ ട്രാൻസിഷണൽ സ്റ്റേറ്റ് വെയർ ബോത്ത് ഇനാബ ആൻഡ് ഒഗാവ ആൻറ്റിജൻസ് ആർ എക്സ്പ്രസ്ഡ്. ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ബോത്ത് ഇനാബ ഒഗാവ. അപ്പം ഇനാബയ്ക്കും ഒഗാവയ്ക്കും ആൻറ്റിസെറാസ് ഉണ്ട്. ഇപ്പം ഇനാബയും ഒഗാവയും ആൻറ്റിസെറയ്ക്ക് പോസിറ്റീവ് തന്നില്ല, കോളറയാണ് ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് ഹിക്കോജിമയായിരിക്കും സീറോടൈപ്പിങ് വരുന്നത്. ഇവർ രണ്ടും ആൻറ്റിസെറ ഉപയോഗിച്ചിട്ടും അവർ അക്രൂട്ടിനേറ്റ് ആയില്ലെങ്കിൽ അത് ഹിക്കോജിമയായിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇവർക്കിപ്പം ഹിക്കോജിമയ്ക്ക് അൺസ്റ്റേബിൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. ഒന്നെങ്കിൽ അത് ഇനാബയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും, അല്ലെങ്കിൽ ഇത് ഒഗാവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. ഇനി phage typing. E8 and classical biotypes can be differentiated based on the susceptibility to different lytic activity of each. Basu and Mukherjee phage typing was the most widely used scheme to differentiate over biotyping. It was later updated by the Chattopadhyay and then it has been expanded to include O139 strains. ഓക്കെ, അപ്പം ഇത്രയും നേരം പറഞ്ഞ എന്തൊക്കെയാണ്? ബയോടൈപ്പിംഗ് പറഞ്ഞു, സിറോടൈപ്പിംഗ് പറഞ്ഞു, phage ടൈപ്പിംഗ്. ബയോടൈപ്പിംഗിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ക്ലാസിക്കൽ ബയോടൈപ്പിംഗും E8 ഉണ്ട്. ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 6ഉം 7th ഒന്നാണ് E8. ഇപ്പം ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല, കാരണം E8 വേരിയൻറ്റ് വന്നിട്ടുണ്ട്. E8 വേരിയൻറ്റ് വന്നപ്പോൾ രണ്ട് പേരുടെ ഡിഫറൻസിയേഷൻ ഫെയ്ഡ് ആയിട്ടുണ്ട്. E8 ഐസൊലേറ്റ് ചെയ്യുന്നത് E8 isolates of current dangerous properties of classical vibrios and are called as E8 variant or E8 hybrids. സീറോടൈപ്പിംഗ് എന്ന് പറഞ്ഞപ്പോൾ 3 സീറോടൈപ്പിംഗ്സ് ആണുള്ളത്. ഇപ്പം E8 ക്ലാസിക്കലും തമ്മിൽ വലിയ വേരിയേഷൻസ് ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേർക്കും കൂടെ കോമൺ ആയിട്ടുള്ളതാണ് സീറോടൈപ്പിംഗ്സ്. ഏതൊക്കെയാണ്? ഇനാബ, ഒഗാവ, ഹിക്കോജിമ. ഇനാബയ്ക്കും ഒഗാവയ്ക്കും ആൻറ്റിസെറാസ് ഉണ്ട്. നേരത്തെ കോമൺ ആയിട്ടുള്ളത് ഒഗാവയാണെങ്കിൽ ഇപ്പോൾ കോമൺ ആയിട്ടുള്ളത് ഇനാബയാണ്. ബിക്കോസ് ഓഫ് ദർ ഷിഫ്റ്റ്, ബിക്കോസ് ഓഫ് ദർ മ്യൂട്ടേഷൻ ഇൻ RFB-T ജീൻസ്. ഇനി ഈ ഒഗാവയും ഇനാബയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്രസ് ചെയ്തിട്ട് അൺസ്റ്റേബിളായിട്ട് ഏതെങ്കിലും ഒന്നിൻ്റെ ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഹിക്കോജിമയായിരിക്കും സ്ട്രെയിൻ. ഇനി വരുന്നത് പാത്തോജെൻസിസിനാണ്. പാത്തോജെൻസിസ് ഓഫ് കോളറ. പാത്തോജെൻസിസ് ഓഫ് കോളറ ഈസ് ടോക്സിൻ മീഡിയേറ്റഡ്. Both Vibrio cholerae O1 and O139 are capable of producing cholera toxin, thus resulting in the cholera. സാധാരണ O1ഉം O139 പ്രത്യേകത എന്തിനകത്ത് മാത്രം എടുത്ത് പഠിക്കുന്നത്? ബിക്കോസ് ഇവർ രണ്ടുപേരാണ് ടോക്സിൻ മീഡിയേറ്റഡ് ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് കോളറ ടോക്സിൻസ്. ഈ ഒരു ബോക്സിനകത്ത് ഈ O1ൻ്റെ ബേസിൽ ക്ലാസിക്കലും E8 ഡിഫറൻഷിയേറ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓൺ ദി ബേസിസ് ഓഫ് ഹീമോലൈസിസ് ഓൺ ദി ഷീപ്പ് ബ്ലഡ് അഗർ. ഹീമോലൈസിസിൻ്റെ ബേസിലാണെങ്കിൽ ക്ലാസിക്കൽ നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ E8 പോസിറ്റീവാണ്. പക്ഷേ കിരത്രോലൈറ്റിക് എറിത്രോസൈറ്റ് അഗ്ലൂട്ടിനേഷൻ എടുക്കുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കൽ നെഗറ്റീവാണ്, E8 പോസിറ്റീവാണ്. പോളിമിക്സിൻ ബി. ഈ പോളിമിക്സിൻ ബി വെച്ചിട്ടാണ് ബയോടൈപ്പിംഗ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ക്ലാസിക്കൽ സസെപ്റ്റബിൾ ആണ്, പക്ഷേ E8 റെസിസ്റ്റൻ്റ് ആണ്. ഗ്രൂപ്പ് 5 phage, ഗ്രൂപ്പ് 4 phage സസെപ്റ്റബിലിറ്റി. ഇതെടുക്കുമ്പോഴത്തേക്കും ക്ലാസിക്കൽ ബയോടൈപ്പിംഗ് സസെപ്റ്റബിൾ ആണ്, E8 റെസിസ്റ്റൻ്റ് ആണ്. E8 phage 5 എടുക്കുമ്പോൾ റെസിസ്റ്റൻ്റ് ക്ലാസിക്കലും E8 സസെപ്റ്റബിളായിട്ട് മാറുക. പിന്നെ പറയുന്നത് VP, ദാറ്റ് ഇസ് വോഗസ് പ്രോസ്കോർ ടെസ്റ്റ്. നെഗറ്റീവ് ഫോർ ക്ലാസിക്കൽ ആൻഡ് പോസിറ്റീവ് ഫോർ E8. കോളറ ടോക്സിൻ എടുക്കുമ്പോൾ കോളറ ടോക്സിൻ 1 ആണെങ്കിൽ ക്ലാസിക്കലും 2 ആണെങ്കിൽ അത് E8 ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനിയുള്ളതാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. വിബ്രിയോ കോളറയുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻജക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ ഓർ ഫുഡ് ആയിരിക്കും. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുമ്പോൾ ഇവർ ആസിഡ് ലെബയിലാണ്. സോ ഹയർ ഇൻഫെക്റ്റീവ് ഡോസ് ഓഫ് 10⁸ ബാസിൽ ഈസ് റിക്വയർഡ് ടു ബൈപാസ് ദി ഗ്യാസ്ട്രിക് ബാരിയർ. ആസിഡ് ലെബയിൽ എന്ന് പറയുമ്പോൾ ആസിഡിൽ നമ്മുടെ വയറ്റിൽ കുറേ HCl ഉണ്ടല്ലോ. HCl ഉള്ളപ്പോൾ ഇവർക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റില്ല, അവർ ചത്തുപോകും. അതാണ് ആസിഡ് ലെബയിൽ. ആസിഡ് അൺസ്റ്റേബിൾ എന്ന് ഉദ്ദേശിച്ചത് ആസിഡ് ലെബയിൽ. അങ്ങനെ ആസിഡ് ലെബയിൽ ആയതുകൊണ്ട് ഒത്തിരി ഹൈ ഇൻഫെക്റ്റീവ് ഡോസ് ഉണ്ടെങ്കിൽ മാത്രമേ 10⁸ ബില്യൺ ബാസിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ ഇവർക്ക് ഗ്യാസ്ട്രിക് ബാരിയർ ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇൻഫെക്റ്റീവ് ഡോസിൽ നിന്ന് ഹൈ ഡോസാണ്. ഇനി ഫാക്ടേഴ്സ് പ്രൊമോട്ടിംഗ് ട്രാൻസ്മിഷൻ. ഫാക്ടേഴ്സ് പ്രൊമോട്ടിംഗ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്യാസ്ട്രിക് അസിഡിറ്റി കുറയുമ്പോഴും അല്ലെങ്കിൽ ഒരാൾ ഇപ്പോൾ യൂസ് ഓഫ് ആൻറ്റാസിഡ്സ്
കൂടുതൽ ആൻറ്റാസിഡ്സ് കഴിക്കുന്ന ഒരാളാണെങ്കിലും ഗ്യാസ്ട്രിക് അസിഡിറ്റി കുറവായിരിക്കും. അതാണ് ഫാക്ടർ പ്രൊമോട്ടിങ് transmission. Then crossing your protective layer of mucus. Crossing a protective layer of mucus in small intestine, they penetrate the mucus layer and reaches near the epithelial cells, which may be achieved by എന്തൊക്കെ കൊണ്ടായിരിക്കും ഇവരെന്താ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈനിൽ പോയിട്ട് പെനിട്രേറ്റ് ചെയ്യും, ഇൻറ്റസ്റ്റൈനിൽ മ്യൂക്കസ് ലെയറിൽ, എന്നിട്ട് അവർ എപ്പിത്തീലിയൽ സെൽസിലേക്ക് റീച്ച് ചെയ്യും. മ്യൂക്കസ് നമുക്കറിയാമല്ലോ, ഇതാണ് ഇപ്പം ഇൻറ്റസ്റ്റൈനിൽ കുറേ ലൂമനൊക്കെ ഉണ്ട്, ഇതാണ് എപ്പിത്തീലിയം, ഇവിടം വരെത്തണം, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയിട്ട് ഇവിടം വരെത്തണം. ആൻഡ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് കുറേ നമ്മുടെ ബോഡിയിൽ തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ അവരുടെ ക്യാരക്ടേഴ്സാണ് പറയുന്നത് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നവരുടെ പെനട്രേറ്റ് ചെയ്ത് എപ്പിത്തീലിയത്തിലെത്താൻ വേണ്ടിയിട്ട്. ബിക്കോസ് ദേ ആർ ഹൈലി മോട്ടൈൽ, ഹൈ മോട്ടിലിറ്റി, ആക്റ്റീവ് മോട്ടിലിറ്റി ഉള്ളതുകൊണ്ടാണ് സെക്രീറ്റിംഗ് മ്യൂസിനേസ് ആൻഡ് അതർ പ്രോട്ടീസ് എൻസൈം. കുറച്ച് എൻസൈംസ് അവർ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് പ്രോട്ടിയോലൈസിസിന് വേണ്ടി. അതാണ് പ്രോട്ടിയോലൈസിസ് എന്നല്ല, എപ്പിത്തീലിയത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്തെത്താൻ വേണ്ടിയിട്ട് ആ എൻസൈംസ് ആണ് മ്യൂസിനേസ് ആൻഡ് അതർ പ്രൊട്ടക്റ്റീവ് എൻസൈംസ്. പിന്നെ വരുന്നത് സെക്രീറ്റിംഗ് ഹീമോ അഗ്ലൂട്ടിനിൻ പ്രോട്ടീസ്. ഹീമോ അഗ്ലൂട്ടിനിൻ പ്രോട്ടീസ് അല്ലെങ്കിൽ കൊളറ ലെക്റ്റിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്ലീവ്സ് ദി മ്യൂസിൻ ആൻഡ് ഫൈബ്രോനെക്റ്റിൻസ്. ഈ മറ്റേ എന്താണ് മ്യൂക്കസ് അറിയാലോ, മ്യൂസിനല്ല കേട്ടോ, മ്യൂക്കസ് നേരത്തെ മ്യൂസിയം പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞതാണ്. ഓക്കെ, ഇറ്റ് ക്ലീവ്സ് മ്യൂക്കസ്, നമുക്ക് അറിയാമല്ലോ മ്യൂക്കസ് എന്താണ്. ഫൈബ്രോനെക്റ്റിൻ എന്ന് പറയുമ്പോഴത്തേക്കും കൊളാജനൊക്കെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന കൊളാജൻ ഈ ഫൈബ്രോനെക്റ്റിൻ്റെ കൂടെയാണ് ബൈൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. ആ ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന കൊളാജൻ ഉള്ളതുകൊണ്ടാണ് എപ്പിത്തീലിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ആ ഫൈബ്രനെ ആയിരിക്കും ഇവർ ബ്രേക്ക് ചെയ്യുന്നത്. അങ്ങനെ ബ്രേക്ക് ചെയ്തതല്ലേ സ്പേസ് കിട്ടത്തുള്ളൂ, പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അഡ്ഹാഷൻ ആൻഡ് കൊളനൈസേഷൻ. കൊളനൈസേഷൻ വരുന്നത് ഇറ്റ് അഡാസസ് ടു ദി intestinal epithelium by which is facilitated by this specific type 4 fimbriae called toxin co-regulated pilus. Toxin co-regulated pilus ഇവരാണ് അഡ്ഹസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആൾ. അഡ്ഹസ് ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങോട്ട് അഡ്ഹസ് ചെയ്യണം? ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയത്തിലേക്ക് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടൈപ്പ് 4 ഫിംബ്രിയ. ആ ടൈപ്പ് 4 ഫിംബ്രിയ ആണ് ടോക്സിൻ co-regulated pilus. ഇവരാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് അഡ്ഹഷന് വേണ്ടി ഇൻറ്റസ്റ്റൈനൽ എപ്പിത്തീലിയത്തിൽ. Then cholera toxin നേരത്തെ പറഞ്ഞു, it produces a powerful enterotoxins called cholera toxin. It resembles heat labile toxin of E. coli in its structure and function, but it is more potent than later. ഇനി പറയുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ കേട്ടോ. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് കോളറ ടോക്സിൻ എന്ന് പറയുമ്പോഴത്തേക്കും മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് കോളറ ടോക്സിൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ കോളറ ടോക്സിൻ എന്ന് പറയുമ്പോൾ ടോക്സിൻ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് 2 പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റ്സ്, A and B ഫ്രാഗ്മെന്റ്സ്. B ഫ്രാഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ഫെസിലിറ്റേറ്റ് ആൻഡ് A ഫ്രാഗ്മെന്റ് ആണ് ആക്റ്റീവ് ഫ്രാഗ്മെന്റ്. Okay, B fragment എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദി ബൈൻഡിങ് ഫ്രാഗ്മെന്റ് ബൈൻഡ്സ് ടു GM1 ganglioside receptor present in intestinal epithelium which following which A fragment is internalized. ഇവിടെ കാണാം എയും ബിയും ഫ്രാഗ്മെന്റ് ആണിത്. ഓക്കെ, A fragment, B fragment. ഇവർ വന്നിട്ട് GM1 റെസപ്റ്റർ ഓൺ ദി ഗാംഗ്ലിയോസൈഡിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും, എന്നിട്ട് ബിയുടെ അറ്റാച്ച് ചെയ്യും, എ എന്ത് ചെയ്യും? ഇന്റർണലൈസ് ആവും. ഓക്കെ, ഇനി A fragment is the active fragment causing ADP riboxylation of the G protein, upregulates the activity of adenylyl cyclase and results in the intracellular accumulation of cyclic adenosine monophosphate, cyclic AMPയുടെ accumulation കാരണമാകും. ഇപ്പോൾ ഇൻറ്റർണലൈസ് ചെയ്ത് A ഫ്രാഗ്മെൻറ്റ് ഉണ്ടല്ലോ, ദേ കോസസ് ADP, ഇവിടെ ADP റൈബോക്സിലേഷന് കാരണമാവും. then they upregulates the adenylyl cyclase activity upregulate ചെയ്യുന്നത് cyclic AMPയുടെ പ്രൊഡക്ഷൻ കൂട്ടും. So what happens? cyclic AMP ഇവിടെ accumulate ആകും. This result in intracellular accumulation of cyclic AMP level. This is the mechanism of action. ഇനി സൈക്ലിക് AMP ലെവൽ ഇവിടെ കൂടുതലായിരിക്കും ഞാൻ എന്ത് പറ്റുന്നു അതാണ് ഇവിടെ പറയുന്നത്. ഇൻക്രീസ് ഇൻ ദ സൈക്ലിക് AMP ലീഡ്സ് ടു ഒന്ന് ഇൻഹിബിറ്റ് ദി അബ്സോർപ്ഷൻ ഓഫ് സോഡിയം ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ വില്ലസ് സെൽസ്. ഇൻറ്റസ്റ്റൈനിൽ വില്ലസ് സെൽസ് ഉണ്ടല്ലോ, അവിടെ സോഡിയം ട്രാൻസ്പോർട്ട് സിസ്റ്റം അത് ഇൻഹിബിറ്റ് ചെയ്യും. ആൻഡ് ആക്റ്റീവ് സെക്രീറ്ററി ക്ലോറൈഡ്. ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലൂമനിലേക്ക് ക്ലോറൈഡിൻ്റെ സെക്രീഷൻ കൂട്ടും. അതേപോലെ സോഡിയത്തിൻ്റെ ട്രാൻസ്പോർട്ട് ഉള്ളിലേക്കുള്ള സോഡിയത്തിൻ്റെ ട്രാൻസ്പോർട്ട് കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈനിൽ ഇപ്പോൾ സോഡിയം ക്ലോറൈഡും കൂടുതലാണ്. അക്യുമുലേഷൻ ഓഫ് സോഡിയം ഓൺ ക്ലോറൈഡ് ഇൻ ഇൻറ്റസ്റ്റൈനൽ ലൂമൻ ലീഡ് ചെയ്യും. ആൻഡ് ദി വാട്ടർ, ഇങ്ങനെ സോഡിയം ക്ലോറൈഡ് രണ്ടും സോൾട്ടാണ്. ലൂമനിൽ സോൾട്ട് അക്യുമുലേറ്റ് ചെയ്താൽ അതിനെ ബാലൻസ് ചെയ്യാൻ വാട്ടർ പോകണം. അതാണ് വാട്ടർ മൂവ്സ് പാസീവ്ലി ഇൻ ടു ദി ബവൽ lumen to maintain osmolality, which leads to accumulation of isotonic fluid that results in water diarrhea. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്മോലാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് പറ്റും? വാട്ടർ ലൂമനിലേക്ക് എത്തും. അങ്ങനെ അക്യുമുലേഷൻ ഓഫ് ഐസോട്ടോണിക് ഫ്ലൂയിഡ്സ്, വാട്ടറും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ലൂമനിൽ കൂടി കഴിഞ്ഞാൽ ഹൈപ്പർട്ടോണിക്, ഇപ്പോൾ വാട്ടറും കൂടി ചെന്നപ്പോൾ അത് ഐസോ എന്ന് വെച്ചാൽ ഈക്വൽ ടോൺ ഐസോട്ടോണിക്കായിട്ട് മാറി. റിസൾട്ട്സ് ഇൻ വാട്ടറി ഡയറിയ. ലോസ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ലീഡ്സ് ടു ഷോക്ക് ആൻഡ് അസിഡോസിസ്. ഇതുപോലെ വാട്ടറും ഫ്ലൂയിഡൊക്കെ ഡയറിയയിൽ എന്താ ശരിക്കും പ്രശ്നം വരുന്നത്? കൂടുതൽ ഡയറിയ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഷോക്ക് ഉണ്ടാവുക, കൂടുതൽ ഇലക്ട്രോലൈറ്റ്സും ഫ്ലൂയിഡും ലൂസായിട്ട്.
അതേപോലെ തന്നെ അസിഡോസിസ് എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഈ ഫ്ലൂയിഡ്സും ഇലക്ട്രോലൈറ്റ്സും നമ്മൾ ബൈകാർബണേറ്റും യൂസ് ചെയ്യാമല്ലോ. ബൈകാർബണേറ്റും ഒരു സോൾട്ടാണല്ലോ. അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇവിടെ കണ്ടോ, ക്ലോറൈഡ് സെക്രീറ്റ് ചെയ്യും ലൂമനിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോറൈഡ് ഇവിടെ സെക്രീറ്റ് ആവുന്നുണ്ട്. ഇവിടെ സോഡിയം അബ്സോർപ്ഷൻ ഉണ്ടല്ലോ, സോഡിയം അബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ സോഡിയം ഇവിടെ അക്യുമുലേറ്റ് ആയി ക്ലോറൈഡ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി, സോഡിയം ക്ലോറൈഡ് ഇവിടെ കൂടി. അപ്പം അതിൻ്റെ ഓസ്മോളാലിറ്റി ഇപ്പോൾ ഇവിടെ ഹൈപ്പർട്ടോണിക്കാണ്. അങ്ങനെ നയിക്കുമ്പോൾ ഓസ്മോളാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ എന്ത് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ അങ്ങനെ ഐസോട്ടോണിക്കായിട്ട് മാറി. സോഡിയം ക്ലോറൈഡ് അക്യുമുലേഷൻ ഇപ്പോൾ എന്താ പറ്റി, സോഡിയം ക്ലോറൈഡ് നേരത്തെ അക്യുമുലേറ്റ് ചെയ്ത് ഇപ്പോൾ വാട്ടറും കൂടെ ചെയ്യുന്നത് ഹൈസോട്ടോണിക് സൊല്യൂഷനായിട്ട് മാറി. ഇപ്പോൾ വാട്ടർ ലൂമനിലെത്തി സോഡിയം ക്ലോറൈഡിൻ്റെ കൂടെ ഇപ്പോൾ വാട്ടറും എലിമിനേറ്റ് ആയി പോകും. വാട്ടർ ഡയറി ആയിട്ട് വാട്ടറും എലിമിനേറ്റ് ആയിട്ട് പോകും. ഇങ്ങനെ കൂടുതൽ ഡയറി സിവിയർ ആകുമ്പോൾ എന്ത് പറ്റും, ഷോക്കിലേക്കും അതേപോലെ തന്നെ അസിഡോസിസിലേക്കും ലീഡ് ചെയ്യും. അടുത്തത് ജീൻ ഫോർ cholera toxins. The cholera toxin is a phage coded and it is encoded by the genome of the filamentous bacteriophage. ഇവർ phage coded ആണ് കേട്ടോ. cholera toxins are phage coded and is encoded by the genome of filamentous bacteriophage GTX. This phage genome also code for TCP. TCP നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. TCP toxin co-regulator pilus ആണ് TCP. Okay, TCP accessory colonization factors and other regulatory genes. So this phage genome also encode for the TCP toxin co-regulated proteins, accessory colonization factor and other regulated genes. Then a gene for cholera toxin phage code. ആദ്യം പറഞ്ഞ phage code ആണ് encoded by the genome of filamentous bacteriophage ന്റെ genome encode ചെയ്യുന്നത്. പിന്നെ എന്തുണ്ട് genome-ലോ, they also encode for TCP toxin co-regulated peptides proteins. Okay, accessory colonization factors and also regulatory genes. Then other relevant factors includes zona occludens toxin, that is disturb the tight junction between the mucous layers. അപ്പോൾ പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ടൈറ്റ് ജംഗ്ഷനെ ഡിസ്റ്റർബ് ചെയ്യും. സോണ പെഡിസുല ടോക്സിൻ ഡിസ്റ്റർബ് ടൈറ്റ് ജംഗ്ഷൻ ബിറ്റ്വീൻ ദി mucous cells. ആക്സസറി കൊളനൈസേഷൻ ഫാക്ടേഴ്സ് ഉണ്ട് കൊളനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ബാക്ടീരിയ എൻഡോടോക്സിൻസ് ഉണ്ട്. ഇവരെന്ത് ചെയ്യും, ഇമ്മ്യൂണോജനിക് ആണ്, നമ്മുടെ ബോഡിയിൽ റിയാക്ഷൻസ് ഉണ്ടാക്കും, ഇമ്മ്യൂണോജനിക് ആണ്. included as the component in the filled vaccine. Filled vaccine മേജർ കമ്പോണൻറ്റ് വേണം എന്ത്, ബാക്ടീരിയൽ എൻഡോടോക്സിൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ എത്ര സമ്മറൈസ് ചെയ്യാൻ പോകുന്നു, പറഞ്ഞത് പാത്തോജൻസിസും മെക്കാനിസവും പറഞ്ഞത്. പാത്തോജൻസിസൊക്കെ നമ്മൾ പറഞ്ഞ എന്തൊക്കെ, രണ്ട് സ്ട്രെയിൻസ് ഉണ്ട്, O1ഉം O139 നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും ടോക്സിൻ മീഡിയേറ്റഡ് കേബിൾ ഓഫ് പ്രൊഡ്യൂസിങ് കോളറ ടോക്സിൻസ്. ഈ പറയുന്നതാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് ആൻഡ് വാട്ടർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇൻഫെക്ടോസ് ഹൈ ആണ്. ഫാക്ടർ പ്രൊമോട്ടിംഗ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രിക് ആസിഡിറ്റി ലോ ആയിരിക്കും. ക്രോസ് പ്രൊട്ടക്ഷൻ ക്രോസിംഗ് പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറയുമ്പോൾ ബിക്കോസ് ഓഫ് ദർ ഹൈ മോട്ടിലിറ്റി മ്യൂസിനേസ് ആൻഡ് അതർ പ്രോട്ടിയോലൈറ്റിക് എൻസൈം പ്രൊഡക്ഷൻ. അതുപോലെ ഹീമഗ്ലൂട്ടിനിൻ പ്രോട്ടീൻസ്, ദാറ്റ് ഈസ് കൊളറലെക്റ്റിൻ അവർ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഹീമഗ്ലൂട്ടിനിൻ പ്രോട്ടീൻ അവരെന്ത് ചെയ്യും, മ്യൂക്കസ് ക്ലീവ് ചെയ്യും, അതുപോലെ ഫൈബ്രോനെക്റ്റിൻ ക്ലീവ് ചെയ്യും. അങ്ങനെ പെനിട്രേഷൻ ഹെൽപ്പ് ചെയ്യും. എന്തിനാണ് പെനിട്രേറ്റ് ചെയ്യുന്നത്, ഇൻഡസ്റ്റൈനിലെ എപ്പിത്തീലിയത്തിലേക്ക് എത്താൻ. ഓക്കെ, പിന്നെ അഡ്ഹഷൻ ആൻഡ് കൊളനൈസേഷൻ. അഡ്ഹഷൻ ആൻഡ് കൊളനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എവിടെ അഡ്ഹസ് ചെയ്യുന്ന, ഇൻഡസ്റ്റൈനിൽ എപ്പിത്തീലിയത്തിലേക്കും. ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ടോക്സിൻ കോറഗുലേറ്റഡ് പൈലസ്, ടോക്സിൻ കോറഗുലേറ്റഡ് പൈലസ്. പിന്നെ കൊളറ ടോക്സിനെ കുറിച്ച് പറയുന്നത്, ഇത് പ്രൊഡ്യൂസസ് എ പവർഫുൾ എൻട്രോടോക്സിൻ കൊളറ ടോക്സിൻ റിസംബിൾസ് ഹീറ്റ് ലബേൽ ടോക്സിൻ. ശ്രദ്ധിക്കണം, ഹീറ്റ് ലബേലാണ്, സ്റ്റേബിൾ അല്ല. പിന്നെ പറയുന്നത് ഈക്വലൈ